പാതയോരങ്ങളിലും നടപ്പാതകളിലും കൊടിതോരണങ്ങൾ നിരോധിച്ചുള്ള ഹൈക്കോടതി വിധി നിലനിൽക്കെയാണ് കൊല്ലം നഗരത്തിൽ സിപിഐഎം പ്രവർത്തകർ വ്യാപകമായി ഫ്ലക്സുകളും കൊടികളും സ്ഥാപിച്ചത്. വിശദാംശങ്ങളുമായി നീരജ് ലാൽ ചേരുന്നു. സിപിഐഎം സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് കൊല്ലം നഗരത്തിൽ വലിയ തോതിൽ കൊടിതോരണങ്ങളും ഫ്ലെക്സുകളും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്നത് നിയമവിരുദ്ധമാണ്. അത് പിഴ ഒടുക്കേണ്ട കാര്യമാണ്. ഇത്തരത്തിൽ ഇപ്പോൾ വലിയ തോതിൽ ഫ്ലെക്സുകളും കൊടിതോരണങ്ങളും സ്ഥാപിച്ചതിനെതിരെ കൊല്ലം കോർപ്പറേഷനാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറിക്ക് പിഴയൊടുക്കാൻ നോട്ടീസ് നൽകിയിരിക്കുന്നതാണ് വിവരം. 3.5 ലക്ഷം രൂപയാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. കൊല്ലം നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഫ്ലെക്സുകളും കൊടിതോരണങ്ങളും സ്ഥാപിച്ചിരിക്കുന്നത് വളരെ അശ്രദ്ധമായാണെന്ന് പറയേണ്ടി വരും. നമ്മുടെ നിയമവ്യവസ്ഥയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ നമുക്കറിയാം, കോടതിയുടെ പല ഭാഗത്തുനിന്ന് ഇതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ ഒരുപാട് നമുക്ക് വന്നതാണ്. പക്ഷേ ഈ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നമുക്കറിയാം, കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് വരെ നമുക്ക് പല സ്ഥലത്തും പാതയോരങ്ങളെല്ലാം കൈയടക്കിക്കൊണ്ട് പൊതുസമ്മേളനമൊക്കെ നടത്തിയത് നമ്മളെ അറിവിലുള്ളതാണ്. അതിന് ഏതാണ്ട് തുടർച്ചയായിട്ട് വേണം നമ്മൾ ഈ സിപിഎമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചും കൊല്ലം നഗരത്തെ ആകമാനം ഒരു ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള കമാനങ്ങളും അതേപോലെ തന്നെ ബോർഡുകളും തോരണങ്ങളും ഒക്കെ സ്ഥാപിച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ് പലയിടത്തും തോരണങ്ങൾ കെട്ടിയിരിക്കുന്നതെന്ന് വ്യക്തമായി കാണാം. ഉദാഹരണത്തിന് കൊല്ലം കോർപ്പറേഷൻ ഓഫീസിന് സൈഡിലുള്ള വാട്ടർ അതോറിറ്റി ഓഫീസിന് മുമ്പിലുള്ള കോർപ്പറേഷന്റെ ബസ് സ്റ്റാൻഡിൽ ജനങ്ങളുടെ മുഖത്ത് തട്ടുന്ന രീതിയിലാണ് കൊടി കെട്ടിയിരിക്കുന്നത്. കൂടാതെ പലയിടത്തും കോളേജ് ജംഗ്ഷൻ ഉൾപ്പെടെ ചിന്നക്കടയിൽ ഉൾപ്പെടെ തോരണങ്ങൾ വലിച്ചു കെട്ടിയിരിക്കുന്നത് കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ നേരിട്ട് കാണുകയുണ്ടായി. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. അപ്പോൾ ഈ തോരണങ്ങൾ കെട്ടുന്നത് ഇപ്പോൾ ഡെയിലി ആളുകൾ വന്നു പോയിക്കുന്നതാണ്. കോളേജ് വിദ്യാർത്ഥികൾ, അവർക്ക് ബുദ്ധിമുട്ടാണ്. വേണമെങ്കിൽ ഒന്ന് ഉയർത്തിക്കെട്ടാം, അല്ലെങ്കിൽ മാറ്റിക്കെട്ടാം. ഇതിനെതിരെ സർക്കാർ എന്തെങ്കിലും ഒരു നടപടി എടുക്കണം. കൈവരികൾ നടപ്പാതയ്ക്ക് സൈഡിൽ കൈവരികൾ കൊടുത്തിട്ടുള്ളത് സീബ്ര ലൈൻ മുറിച്ചു കിടക്കുന്നതിനായി കൈവരി നിർത്തിയിരിക്കുന്ന ഭാഗത്ത് ഈ തോരണം ആളുകളുടെ ഉയരത്തിൽ താഴ്ത്തിയാണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ നടന്നു വരുന്നവർക്ക് സ്വാഭാവികമായിട്ടും കുനിഞ്ഞു പോവുക, ആ തോരണം കൈകൊണ്ട് ഉയർത്തി പോകേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട്. കാഴ്ച മറയ്ക്കുകയും ചെയ്യും. കൂടാതെ ഈ തോരണങ്ങളും മറ്റു രീതിയിലുള്ള പ്ലാസ്റ്റിക് കൊണ്ടുള്ള ബോർഡുകളിലും നേതാക്കന്മാരുടെ ചിത്രങ്ങളുമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ തോരണങ്ങൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ പുനരുപയോഗിക്കാൻ കഴിയാത്ത അജൈവ മാലിന്യം ആണ് എന്നതാണ് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി. ഇത് ഒരു ഭാഗത്ത് നവകേരളം, ഹരിത കേരളം എന്നൊരു ആശയം തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പാർട്ടിയും ഗവൺമെന്റുമാണ്. അപ്പോൾ അവർ സംഘടിപ്പിക്കുന്ന ഒരു സംസ്ഥാന സമ്മേളനത്തിന് ഇത്തരം പാഴ്വസ്തുക്കൾ, അജൈവ മാലിന്യങ്ങളാകുന്ന വസ്തുക്കൾ കൊണ്ടുള്ള അലങ്കാരങ്ങൾ ഒരു ധൂർത്തിന്റെ മാത്രം അലങ്കാരത്തിന്റെ മാത്രം ഭാഗമല്ല, അത് വലിയ തോതിൽ മലിനീകരണത്തിനും മറ്റും കാരണമാകും എന്നത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഫൈൻ അടയ്ക്കാനുള്ള ഹൈക്കോടതിയുടെ ആവർത്തിച്ചുള്ള നിരീക്ഷണവും അതുവഴി ഇപ്പോൾ ഫൈൻ അടയ്ക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് വളരെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ ആശ്വാസത്തിനിട നൽകുന്ന ഒരു കാര്യമായി തന്നെ വിലയിരുത്തേണ്ടി വരും.